ഹലോ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇങ്ങോട്ട് നോക്കിയേ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു മസാല ദോശയും ഉഴുന്നുവടയും ഉണ്ടാക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിനുള്ള ഫില്ലിങ് റെഡിയാക്കുകയാണ്. മസാല ദോശയ്ക്കുള്ള ഞാൻ സാധാരണ എന്നും ഉണ്ടാക്കുന്ന സാധനമല്ല. ഉഴുന്നുവടയൊക്കെ എനിക്ക് അത്ര ശരിയായി വരാറില്ല. എന്നാലും ഞാൻ ഇന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്, നിങ്ങളെ കൂടെ കാണിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ ഈ മസാല ദോശ ഉണ്ടാക്കുമ്പോഴെപ്പോഴും എനിക്ക് ഏറ്റവും ടേസ്റ്റി ആയിട്ട് മസാല ദോശ ഉണ്ടാക്കി തരുന്ന ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ഡൽഹിയിൽ. അപ്പം ഇന്ദിര എന്ന് പേരുള്ള, ഞാൻ അങ്ങോട്ട് വരുവാണെന്ന് പറയുമ്പോൾ തന്നെ എനിക്കിത് കഴിക്കണം തോന്നുമ്പോഴാണ് ഞാൻ ഓടി അങ്ങോട്ട് ചെല്ലുന്നത്. അപ്പം എനിക്ക് ഉണ്ടാക്കി തരും. ഞാൻ ചെല്ലുമ്പോഴത്തേക്ക് ഇതുപോലെ വടയും ഉഴുന്നുവടയും ഉത്തപ്പം, ഓണിയൻ ഉത്തപ്പവും മസാല ദോശയും എല്ലാം നല്ല സോഫ്റ്റ് ഇഡ്ഡലി, എല്ലാ സൗത്ത് ഇന്ത്യൻ ഐറ്റംസും കൂടെ ഉണ്ടാക്കി വെച്ചിരുന്നിട്ട് എനിക്ക് നല്ല സ്നേഹത്തോടെ വിളമ്പി തരുമായിരുന്നു. അതൊരിക്കലും നമുക്ക് മറക്കാൻ പറ്റത്തില്ല. നമുക്ക് ഫുഡൊക്കെ സ്നേഹത്തോടെ ആരെങ്കിലും വിളമ്പി തന്നാൽ ഒരിക്കലും നമുക്കത് മറക്കാനൊക്കത്തില്ലല്ലോ. അതിൻ്റെ ഫില്ലിംഗ് ഒക്കെ റെഡി ആയിട്ടുണ്ടേ. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആ ഓർമ്മകളും കൂടെ പങ്കുവെച്ചും കൊണ്ടാണ് ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തന്നതാണ്ട് ദോശ ഒന്ന് കട്ടായിപ്പോയി, ഇച്ചിരി ഇനി വേറെ ഒന്നുകൂടെ കോരി ഒഴിക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ അത്ര എക്സ്പെർട്ടൊന്നുമല്ല, എന്നാലും ഇന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചതാണ്. സാധാരണ നമ്മൾ കഴിക്കുമ്പോൾ ആര്യാസിൽ പോയി കഴിക്കും. പക്ഷേ ഡൽഹിയിലെ ആ ശരവണ ഭവനും ഇന്നലെ ഉണ്ടാക്കി തരുന്ന മസാല ദോശയുടെ ഒന്നും ടേസ്റ്റ് വന്നിട്ടില്ല. എന്നാലും ഞാൻ ഒരു ദോശയും കൂടെ ഉണ്ടാക്കി. അപ്പോൾ ഇങ്ങനെ ആരെങ്കിലും നമുക്ക് എന്തെങ്കിലും ഫുഡാണെങ്കിലും വേറെ എന്തെങ്കിലും ഗിഫ്റ്റ് തന്നാണെങ്കിലും എല്ലാം അത് കാണുമ്പോൾ എനിക്ക് അവരെ ഓർമ്മ വരും. നമ്മളെ സ്നേഹത്തോടെ നമ്മളോടുള്ള സ്നേഹം കൊണ്ടാണല്ലോ അവർ നമ്മളെ സ്നേഹത്തോടെ വിളിച്ച് ഇതൊക്കെ തരുന്നത്. അപ്പോൾ അവരുടെ ആ സ്നേഹം നമ്മുടെ മനസ്സിൽ എപ്പോഴും നിൽക്കും. പ്രത്യേകിച്ചും ഫുഡ് തരുന്നതായാലും ഒരു ഗിഫ്റ്റ് കിട്ടിയതായാലും ഉടനെ അത് തിരിച്ചു കൊടുത്താൽ കടപ്പാടങ്ങ് തീർക്കാതെ ഞാൻ അത് കാണും. എൻ്റെ വാർഡ്രോബ് തുറക്കുമ്പോഴായാലും എൻ്റെ കിച്ചൺ വാർഡ്രോബ് തുറക്കുമ്പോഴായാലും ഇങ്ങനെ എനിക്ക് ആരെങ്കിലുമൊക്കെ തന്ന ഗിഫ്റ്റുകളൊക്കെ കാണുമ്പോൾ ഞാൻ അവരെ ഓർക്കും. അപ്പോൾ ഇങ്ങനെ യൂട്യൂബിൽ വിട്ടുമ്പോൾ ഞാൻ ആ ഓർമ്മകളും കൂടെ ഇവിടെ പങ്കുവയ്ക്കുകയാണ്. ഒരുമാതിരി ടേസ്റ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റി. വടയ്ക്കൊന്നും അത്ര ഷേപ്പ് കിട്ടിയില്ലെന്നേ ഉള്ളൂ, എന്നാലും ഒരുമാതിരി ടേസ്റ്റായിട്ട് എനിക്ക് ഉണ്ടാക്കാൻ പറ്റി. ഇന്നൊരു വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റ് അതുകൊണ്ട് ഉണ്ടാക്കിയത് നിങ്ങളെ കൂടെ കാണിക്കുകയാണ്. എല്ലാവരും ഉണ്ടാക്കി കഴിക്കുന്നതൊക്കെ ആയിരിക്കും, എന്നാലും ഞാൻ ഉണ്ടാക്കിയത് നിങ്ങളെ ഒന്ന് കാണിക്കുകയാണ്. റെഡി ടു ഈറ്റ് ഫോമിലാക്കി എടുത്തു. ഞാൻ കുറച്ച് നേരം എടുത്തു, ഇന്ന് കുറച്ച് ലേറ്റായി, ബ്രേക്ക്ഫാസ്റ്റിന് ടൈം കഴിഞ്ഞു. എന്നാലും ഇങ്ങോട്ട് നോക്കിയെന്നാൽ എൻ്റെ ചാനലിന് സബ്സ്ക്രൈബേഴ്സ് കൂടുന്നുണ്ട്. നിങ്ങളൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നു എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. എല്ലാവർക്കും വളരെ നന്ദി, താങ്ക് യു. നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ കാണണം. ചെറുതായിട്ട് ഞാൻ ആദ്യമായിട്ട് തുടങ്ങിയതേ ഉള്ളൂ. എല്ലാവരും കണ്ട് പ്രോത്സാഹിപ്പിക്കണം. എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും ഒക്കെ ചെയ്യണം. ഞാൻ ഇത് കഴിക്കുന്നൊന്ന് കാണിക്കട്ടെ. വരൂ, നമുക്ക് എല്ലാവർക്കും കൂടി ഇരുന്ന് കഴിക്കാം. ഞാൻ ഇതിനകത്ത് നല്ലൊരു ബ്രൂ കോഫിയും കൂടെ എടുത്തിട്ടുണ്ട്, അതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? ഇല്ലെങ്കിൽ നമുക്ക് ഒന്നിച്ച് കഴിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.